യേശുനാഥൻ അമൃതധാര അമൃതധാര അമൃതധാര. പ്രൊഫസർ എം.വൈ. യോഹന്നാൻ തൃശൂർ പറവട്ടാനി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു. ഏപ്രിൽ 28 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 മണി വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകേണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. ഉഴന്ന് അലയുന്നവനാകും. നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും. ദൈവം കയ്യിനെ ശപിക്കുകയാണ്. നീ ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. കയ്യീൻ ശാപഗ്രസ്തനായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കണ്ടത് ദൈവം പാമ്പിനെ ശപിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം ദൈവം പാമ്പിനെ ശപിക്കുന്നു. ആദ്യ മനുഷ്യനെ വഞ്ചിച്ച, ആദ്യ മനുഷ്യനെ പാപത്തിൽ കുടുക്കിയ പാമ്പിനെ ദൈവം ശപിക്കുന്നു. സാത്താനെ ദൈവം ശപിക്കുന്നു. 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഭൂമിയെ ദൈവം ശപിക്കുന്നു. നമുക്ക് വായിക്കാം 14 മുതൽ 17 വരെ വാക്യങ്ങൾ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. പാമ്പിനെ ദൈവം ശപിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ഭൂമിയെ ശപിക്കുന്നു. ദൈവം പാമ്പിനെ ശപിക്കുന്നു. ഇപ്പോഴിതാ ആദാവിൻ്റെ മകനായ കയ്യനെ ശപിക്കുന്നു. ആദാവിനെ ഹവ്വായെയും ദൈവം ശപിക്കുന്നില്ല. ആദ്യ മനുഷ്യനെ ദൈവം ശപിക്കുന്നില്ല. പാമ്പിനെ ശപിച്ചു. മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിച്ചു. വീണ്ടും ഇവിടെ കയ്യനെ ശപിക്കുകയാണ്. ഭൂമിയെ ശപിച്ചതുകൊണ്ട് ഈ ഭൂമി നിനക്ക് ഫലം തരികയില്ല എന്നാണ് കയ്യനോട് പറയുന്നത്. ശാപഗ്രസ്തമായ ഈ ഭൂമിയിൽ ശാപഗ്രസ്തനായ നിനക്ക് ഫലം കിട്ടുകയില്ല. നീ ഈ ഭൂമിയിൽ തൊഴിൽക്കാരനായിരുന്നു. നീ ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവനായിരുന്നു. കയ്യനെക്കുറിച്ച് നാം ചില വാക്കുകൾ മുൻപൊരവസരത്തിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. 1, കയ്യനൊരു വർക്കറായിരുന്നു. 2, കയ്യനൊരു വർഷിപ്പറായിരുന്നു. 3, കയ്യൻ ഒരു മർഡറായി. 4, കയ്യൻ വാണ്ടറായി. 5, കയ്യൻ ബിൽഡറായി. കയ്യനെ ഈ 5 വാക്കുകൾ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. കയ്യനൊരു വർക്കറായിരുന്നു. കയ്യൻ നിലത്ത് പണി ചെയ്യുന്നവനായിരുന്നു. നിലത്ത് ജോലി ചെയ്യുന്നവനായിരുന്നു. ജോലി ചെയ്യുന്നവനായ കയ്യൻ ആ നിലത്ത് നിന്ന് ഫലം കിട്ടുകയില്ല എന്നുള്ള ശാപമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. കയ്യന് ശാപം കിട്ടി. ആ നിലനിനക്ക് ഫലം തരികയില്ല. അതാണ് ദൈവം പറയുന്നത്. നീ ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. നീ മർഡറായതുകൊണ്ട് നീ ഒരു വർഷിപ്പറായിട്ടാണ് കണ്ടത്. നീ എനിക്ക് ആരാധന നടത്താൻ, എന്നെ വർഷിപ്പ് ചെയ്യാൻ നീ എനിക്ക് നിലത്തിലെ ഫലത്തിൽ നിന്ന്, നിലത്തിലെ അനുഭവത്തിൽ നിന്ന് നീ കാഴ്ച കൊണ്ടുവന്നു.
പക്ഷേ നിൻ്റെ കാഴ്ചയിൽ എനിക്ക് പ്രസാദമുണ്ടായില്ല. ദൈവം കാഴ്ചയിൽ പ്രസാദിക്കാൻ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കയ്യീനിൽ ദൈവം പ്രസാദിച്ചില്ല. കയ്യൻ ഏറ്റവും നല്ലത് കൊണ്ടുവന്നാലും, കയ്യൻ എന്തു തന്നെ കൊണ്ടുവന്നാലും, കയ്യൻ ഒരുപക്ഷെ യാഗം കഴിച്ചാലും ദൈവം പ്രസാദിക്കാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണേ, കയ്യന് യാഗം കഴിച്ചൊന്നിരിക്കട്ടെ, ദൈവം പ്രസാദിക്കുകയില്ല. കയ്യനിൽ പ്രസാദിക്കാതെ കയ്യൻ്റെ വഴിപാടിൽ പ്രസാദിക്കുകയില്ല. കയ്യനിൽ പ്രസാദിക്കാതെ കയ്യൻ്റെ യാഗത്തിൽ പ്രസാദിക്കുകയില്ല. കയ്യൻ ഹാവേലിനെ പോലെ ഒരു യാഗം കഴിച്ചൊന്നിരിക്കട്ടെ, യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. അതിന് കാരണം കയ്യനിൽ പ്രസാദിച്ചിട്ടില്ല. കയ്യനിൽ പ്രസാദിക്കാതിരിക്കാൻ കാരണം കയ്യൻ വിശ്വാസിയല്ലായിരുന്നു. കയ്യൻ വിശ്വാസിയല്ലായിരുന്നു. കയ്യൻ ദൈവവിശ്വാസിയല്ലായിരുന്നു. കയ്യൻ്റെ ഹൃദയം ചൊവ്വുള്ളതല്ലായിരുന്നു. കയ്യൻ്റെ ഹൃദയം കാപട്യമുള്ളതായിരുന്നു. കയ്യൻ്റെ ഹൃദയം വ്യാജമുള്ളതായിരുന്നു. കയ്യൻ്റെ ഹൃദയം സൂത്രവും കൗശലമുള്ളതായിരുന്നു. കയ്യൻ്റെ ഹൃദയം കോപം പുകയുന്നതായിരുന്നു. കോപം പുകയുന്നത് പിന്നീടാണ് നാം കാണുന്നതെങ്കിലും അത് സ്വഭാവത്തിലുള്ള കോപമാണ്. ഒരു സന്ദർഭം വന്നപ്പോൾ പുകഞ്ഞത്. സ്വഭാവത്തിൽ ലയിച്ച് കിടക്കുന്ന കോപമാണ്. ഒരു സാഹചര്യം വന്നപ്പോൾ അത് പുറത്ത് കാണപ്പെട്ടത്. സ്വഭാവത്തിൽ ലയിച്ചിരുന്നതായ കോപമാണ് ഒരു സന്ദർഭം വന്നപ്പോൾ കൊലപാതകമായി പരിണമിച്ചത്. ആളത്വത്തിൽ ആ കോപമുണ്ട്. കയ്യൻ്റെ സ്വഭാവത്തിൽ കോപമയമായ പ്രകൃതിയുണ്ട്. കയ്യൻ്റെ സ്വഭാവത്തിൽ കാപട്യമുണ്ട്. കയ്യൻ്റെ സ്വഭാവത്തിൽ വ്യാജമുണ്ട്. കയ്യൻ്റെ സ്വഭാവത്തിൽ അമർഷമുണ്ട്. കയ്യൻ്റെ സ്വഭാവത്തിൽ അസൂയയുണ്ട്. ഇതെല്ലാം വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാഹചര്യം വന്നപ്പോൾ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കയ്യനിലും അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. കയ്യനിൽ പ്രസാദമുണ്ടായില്ല. സ്നേഹിതരെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. ദൈവം എന്നിൽ പ്രസാദിക്കണം. എൻ്റെ സ്വഭാവത്തിൽ ദൈവം പ്രസാദിക്കണം. എൻ്റെ പ്രകൃതിയിൽ ദൈവം പ്രസാദിക്കണം. എൻ്റെ പ്രവൃത്തിയിലല്ല, എൻ്റെ വാക്കുകളിലല്ല, എൻ്റെ ചിന്തകളിലുമല്ല. അതെല്ലാം പിന്നാലെ വരുന്നതാണ്. എന്നാൽ എൻ്റെ പ്രകൃതിയിൽ, എൻ്റെ നേച്ചറിൽ, എൻ്റെ സ്വഭാവത്തിൽ ദൈവം പ്രസാദിക്കണം. ആത്മസ്വഭാവമുള്ളവരുണ്ട്, ജഡസ്വഭാവമുള്ളവരുണ്ട്. ആത്മസ്വഭാവമുള്ളവരും ജഡസ്വഭാവമുള്ളവരും രണ്ട് തരം ആളുകളുണ്ട്. ജഡസ്വഭാവമുള്ളവർ പഴയ പ്രകൃതിയുള്ളവരാണ്. പഴയ പ്രകൃതി, പഴയ മനുഷ്യപ്രകൃതി. ആ മനുഷ്യപ്രകൃതി ദൈവത്തിന് പ്രസാദമുള്ളതായ പ്രകൃതിയല്ല. അവിടെ ദ്രവ്യാഗ്രഹമുണ്ട്. ആ മനുഷ്യപ്രകൃതിയിൽ സ്വന്തം കാര്യം നടക്കണമെന്നുള്ളതായ സ്വാർത്ഥ താല്പര്യമുണ്ട്. അവിടെ സ്ഥാനമോഹമുണ്ട്. അവിടെ എന്നെ എല്ലാവരും വിലമതിക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. എന്നെ മാനിക്കണമെൻ്റെ അഭിപ്രായത്തിന് വില കൊടുക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. അവിടെ എനിക്ക് ഒരു രംഗത്ത് എപ്പോഴും ഷൈൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എപ്പോഴും മുൻപന്തിയിൽ എനിക്ക് നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്നെ എല്ലാവരും മുൻപന്തിയിൽ നിർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. മറ്റുള്ള മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതെല്ലാം എൻ്റെ സ്വഭാവത്തിൽ ലയിച്ച് കിടക്കുന്ന പ്രകൃതിയാണ്. ആ പ്രകൃതി അത് മാറണം. ആ പ്രകൃതി മാറുക എന്ന് പറയുന്നത് അതാണ് ജഡസ്വഭാവം മാറുക എന്ന് പറയുന്നത്. ജഡസ്വഭാവം മാറി ആത്മസ്വഭാവം പ്രാപിക്കണം. ജഡസ്വഭാവം മാറി ആത്മസ്വഭാവം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അതിനാണ് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കണമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈ അത്ഭുത പ്രക്രിയ നമ്മിൽ നിറവേറും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മശക്തി, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി, യേശുക്രിസ്തുവിൻ്റെ തനുരുധിരങ്ങളാൽ ലഭിക്കുന്ന ശക്തി, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങളാൽ ലഭിക്കുന്ന ശക്തി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ലഭിക്കുന്ന ശക്തി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ശരണപ്പെട്ട് ആ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കുമ്പോഴുള്ള ശക്തി. സ്നേഹിതരെ, അത് നാം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്. ജഡസ്വഭാവമുള്ളവർ ആത്മസ്വഭാവമുള്ളവരായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നിങ്ങൾ ജഡസ്വഭാവമുള്ളവരോ ആത്മസ്വഭാവമുള്ളവരോ? നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആത്മസ്വഭാവം ഉള്ളവരാക്കുന്നുണ്ട്. നിങ്ങൾ ചിലതെല്ലാം ടൈം ചെയ്ത് നിങ്ങൾ ഇണക്കം വരുത്തി ആത്മസ്വഭാവമുള്ളവരാക്കുന്നുണ്ട്. നിങ്ങൾ ചിലതെല്ലാം ക്രമീകരിച്ച് ആത്മസ്വഭാവമുള്ളവരാക്കുന്നുണ്ട്. ശരി, നല്ലത്, അങ്ങനെ ആയിക്കൊള്ളൂ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ഈ ടോട്ടൽ പേഴ്സണാലിറ്റി മുഴുവനായി നീ മാറ്റി തരണം. എൻ്റെ ഈ എൻറ്റയർ പേഴ്സണാലിറ്റി മുഴുവനായി നീ രൂപാന്തരപ്പെടുത്തി തരണം. എൻ്റെ പ്രകൃതി മുഴുവനായി നീ മാറ്റി എന്നെ ആത്മമയമാക്കി തീർത്തു തരണം. ആത്മസ്വഭാവമുള്ളവനാക്കി തീർത്തു തരണം. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, ആത്മസ്വഭാവമുള്ളവർ അവർക്കും അവരുടെ ജീവിതത്തിലും ഒരുപക്ഷെ ചില ബലഹീനതകൾ വന്നു എന്ന് വരാം. പക്ഷേ അത് ദൈവം കണക്കിടുകയില്ല. ദൈവം അകൃത്യമായി കണക്കിടുകയില്ല. ദൈവം നോക്കുന്ന ഹൃദയത്തെയാണ്. ദൈവം നോക്കുന്ന പുറമെയുള്ളതിനെയല്ല. അവൻ ഹൃദയങ്ങളെ നോക്കുന്നു.
നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൻ്റെ ആകമാനമുള്ളതായ പരിണതിയെയാണ് ദൈവം നോക്കുന്നത്. ആകമാനമുള്ള ആളത്വത്തെയാണ് ദൈവം നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാണോ ആത്മസ്വഭാവമുള്ളവരാണോ? കർത്താവേ, എനിക്ക് ആത്മമയമായൊരു സ്വഭാവം തരണമേ, ക്രിസ്തുവിൻ്റെ സ്വഭാവം തരണമേ, ക്രിസ്തുവിൻ്റെ സ്നേഹം തരണമേ, ക്രിസ്തുവിൻ്റെ വിശുദ്ധി തരണമേ, ക്രിസ്തുവിൻ്റെ മനസ്സ് തരണമേ. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന്. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ കോരിത്തരിക്കുന്നുണ്ടോ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. മുഖം കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കണ്ണാടിയിൽ നമ്മുടെ മുഖം പ്രതിബിംബിക്കുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കണം, ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് ശേഷം 19-ാം അധ്യായം 1-ാം വാക്യം പറയും, യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിച്ചു. സ്നേഹിതരെ, യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട് ഇന്ന് ഈ ലോകത്ത്. യേശു എങ്ങനെയുള്ളവനാണ്? 2000 കൊല്ലം മുമ്പ് ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നു എന്ന് നാം വായിക്കുന്നു. ശരി, ഈ യേശു എങ്ങനെയുള്ളവനാണ്? 33.5 കൊല്ലം യഹൂദ്യ നാടുകളിൽ സഞ്ചരിച്ചു നാം വായിക്കുന്നു. ഈ യേശു എങ്ങനെയുള്ളവനാണ്? യഹൂദന്മാർ പിടികൂടി യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. റോമൻ പടയാളികൾ 3 ആണികളിൽ യേശുവിനെ തറച്ച് ക്രൂശിച്ചു എന്ന് വായിക്കുന്നു. ഈ യേശു എങ്ങനെയുള്ളവനാണ്? യേശു കല്ലറയിൽ വയ്ക്കപ്പെട്ടു എന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വായിക്കുന്നു. ഈ യേശു എങ്ങനെയുള്ളവനാണ്? 2000 വർഷം മുമ്പ് തീർന്നുപോയി യേശു. ഈ ഭൂമിയിൽ ഇപ്പോൾ അക്ഷരീയമായ യേശുവിനെ കാണാനില്ല. ഈ യേശു എങ്ങനെയുള്ളവനെന്ന് ജനത്തിനൊന്ന് അറിയണം. സക്കായി ആഗ്രഹിച്ചു യേശു എങ്ങനെയുള്ളവനെന്ന്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിന് യേശു ഇങ്ങനെയുള്ളവനെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ഞാനൊരു ക്രിസ്ത്യാനിയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നമ്മിൽ പലരും ക്രിസ്ത്യാനി എന്നൊരു പേരുള്ളവരാണ്. എല്ലാം നാമധേയത്തിൽ മാത്രം, പേരിൽ മാത്രം, നാമമാത്ര ക്രിസ്ത്യാനികൾ. എന്നാൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ യേശു ഇങ്ങനെയുള്ളവനെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നാം വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം നുകരുന്നവരായി തീരുന്നത്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം ഇന്ന് നിങ്ങൾക്ക് സംപ്രാപ്തമായിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ക്ഷമയും നമ്മിൽ കൂടി വരുന്നുണ്ടോ? ക്രിസ്തുവിനെ പ്രതിബിംബിക്കുക. ജഡസ്വഭാവമുണ്ട്, ആത്മസ്വഭാവമുണ്ട്. ഹാബേൽ ആത്മസ്വഭാവമുള്ളവനായിരുന്നു, കയീൻ ജഡസ്വഭാവമുള്ളവനായിരുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ഹാബേലിനെ കൊന്നു. അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു, അവൻ അസൂയാലുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, കയീൻ അവൻ ഒരു വർക്കറായിരുന്നു, അവൻ വർഷിപ്പറായി, അവൻ ആരാധകനായി. എന്നാൽ ആരാധന ദൈവം അംഗീകരിച്ചില്ല. അപ്പോൾ അവനൊരു മർഡറായി, അവനൊരു കൊലപാതകിയായി, കൊലപാതകം ചെയ്യാൻ തയ്യാറായി, മർഡറായി. അവൻ കൊലപാതകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് നിനക്ക് അനുഭവം കിട്ടുകയില്ല, ഈ ഭൂമി തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, ഭൂമിയുടെ ഫലം നിനക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, ഈ ഭൂമി നിനക്ക് ഊഷരമായ മരുപ്പറമ്പ് പോലെയായിരിക്കും. നീ എവിടെയെങ്കിലും താമസിച്ചാൽ നിനക്ക് അവിടെ ഭൂമി ഫലം തരികയില്ല. അപ്പോൾ പിന്നെ നിനക്ക് ആഹാരം തേടി നടക്കണം. നീ ഉഴന്നലയുന്നവനാകും, നീ ഒരു വാണ്ടറാകും. നീ താമസിക്കുന്ന ഒരിടത്ത് തമ്പടിച്ചാൽ, ഒരിടത്ത് അവിടെ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ ഭൂമി ഫലം തരികയില്ല. ജീവിക്കണ്ടേ? നീ പട്ടിണി കിടന്നു പോകും. അപ്പോൾ പിന്നെ എന്താണ് പോംവഴി? നീ ഉഴന്നലയേണ്ടി വരും, ഉഴന്നലയുന്നവനാകും, നീ വാണ്ടറാകും, നീ ചുറ്റിക്കറങ്ങുന്നവനാകും, ചുറ്റിത്തിരിയുന്നവനാകും, വാണ്ടർ ചെയ്യുന്നവനാകും, വാണ്ടറർ. എന്നാൽ അപ്പോഴാണ് വേറൊരു പ്രശ്നം. വാണ്ടറായി അലയുമ്പോൾ ഇവൻ കൊലപാതകിയാണെന്നറിയാമല്ലോ, ആരെങ്കിലും ഇവനെ കണ്ടാൽ കൊല്ലും. അപ്പോൾ വാണ്ടറായാലും നിനക്ക് രക്ഷയില്ല. നീ ഏത് വിധത്തിലും, നീ ഒരിടത്ത് താമസിച്ചാലും രക്ഷയില്ല, നീ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും രക്ഷയില്ല. എല്ലാ വിധത്തിലും നിൻ്റെ വഴി അടയും, നിൻ്റെ മാർഗം അടയും. പ്രിയപ്പെട്ടവരെ, കയ്യിന് വിഷമസന്ധിയിലായി, മാർഗമെല്ലാം അടയുന്നു, ജീവിതം വഴിമുട്ടുന്നു. ഇന്ന് ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെല്ലാം മുമ്പിലാണ് വഴി അടഞ്ഞു കാണുന്നത്? വഴിമുട്ടി നിൽക്കുന്നത് ആരെല്ലാമാണ്? മുന്നോട്ടുള്ള ഗതി അടഞ്ഞു നിൽക്കുന്നത് ആരെല്ലാമാണ്? വഴിമുട്ടി നിൽക്കുന്നു, വാതിൽ അടഞ്ഞു കാണുന്നു, അധ്യായങ്ങളെല്ലാം അടഞ്ഞു കാണുന്നു, ജീവിതത്തിൻ്റെ ഏടുകളെല്ലാം അടഞ്ഞു കാണുന്നു, എല്ലാം തകർന്നു,
ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ല. എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കും? ഇതാ മാരകമായ രോഗം വന്നിരിക്കുന്നു. ഇനി എത്ര നാളുണ്ട്, അല്ല എത്ര മണിക്കൂറുണ്ട്? അത്യാസന്നമായ രോഗത്തിൽ കിടക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കിത് വന്നല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ വന്നത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കടം വന്ന് മൂടിയിരിക്കുന്നു. മുന്നോട്ട് നീങ്ങാനൊരു വഴിയും കാണുന്നില്ല. എല്ലാം വിറ്റാലും കടം തീരുകയില്ല. പലിശ കൊടുത്ത് തീർക്കാൻ പോലും മാർഗം കാണുന്നില്ല. എങ്ങനെ ഇതെല്ലാം ഞാൻ തീർക്കും? ഒരു സൽപ്പേരുണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ. ഒരു മാന്യതയുണ്ടായിരുന്നു, എല്ലാം പൊയ്പോയല്ലോ. ഇന്ന് ഞാനൊരു കടക്കാരനായി തീർന്നിരിക്കുന്നു. കൊടുത്തു തീർക്കാനൊരു മാർഗവുമില്ല. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? വഴി അടഞ്ഞിരിക്കുന്നു, വഴിമുട്ടിപ്പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കുടുംബത്തിൽ ആകെ ഉദ്ദേശിച്ചത് മക്കളൊന്ന് വളർന്നു വരുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്നാണ്. മക്കളെ വളർത്തി, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവരെ പഠിപ്പിച്ചു, ഒരു നിലയിലാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇല്ല, അവർ ഇന്ന് കുടുംബദ്രോഹികളായിത്തീരുന്നു, അവർ കുടുംബദ്വേഷികളായിത്തീരുന്നു, അവർ കുടുംബം നശിപ്പിക്കുന്നു, അവർ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നു. ഈ മക്കളെ ഓർത്ത് ഈ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കുന്നു. സ്കൂളിൽ നിന്ന് ലെറ്റർ വരുന്നു, കോളേജിൽ നിന്ന് അപ്പനെ വിളിച്ചുകൊണ്ട് എല്ലാം പറയുന്നു. എല്ലാ വിധത്തിലും വിഷമം. വഴിമുട്ടി നിൽക്കുകയാണ്, വഴി അടഞ്ഞു നിൽക്കുകയാണ്, മനസ്സ് ഭാരപ്പെടുകയാണ്. ദൈവമേ, എന്തിന്? ഞാൻ അഹോരാത്രം പണിപ്പെട്ടു, കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചു, അധ്വാനിച്ചു. മക്കൾക്ക് വേണ്ടിയല്ലേ, അവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്? അവർക്കോ ഇതൊന്നും വേണ്ട. അവരെല്ലാം ധൂർത്തടിച്ച് കളയുന്നു, എല്ലാം നശിപ്പിച്ച് കളയുന്നു. ദൈവമേ, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ വന്നത്? മനസ്സ് ഭാരപ്പെട്ട് ഹൃദയം ദുഃഖിച്ച് വിഷാദ വിവശരായി കഴിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വഴിമുട്ടി നിൽക്കുകയാണോ? ഏതെങ്കിലും കാര്യത്തിൽ വഴിമുട്ടി നിൽക്കുകയാണോ? വിവാഹമോചനത്തിന് വക്കിലെത്തിയിരിക്കുന്നു, കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നു, വിവാഹമോചനം അടുത്തു വന്നിരിക്കുന്നു. ഇനിയും ഏതാനും ദിവസങ്ങൾക്ക് വിവാഹമോചനം നടക്കും. എന്തിന് വിവാഹം ദൈവം യോജിപ്പിച്ചത്? എന്തിന് വിവാഹമോചനം? എൻ്റെ കർത്താവേ, എന്തിങ്ങനെ വന്നുപോയി? മനസ്സ് ഭാരപ്പെടുകയാണ്, ഹൃദയം അഴലാണ്ട് ഉള്ളം നീറി പുകയുകയാണ്. വിവാഹമോചനം. ഭാര്യ ഭർത്താവിന് ഇണങ്ങുന്നില്ല, ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുന്നു, ഭർത്താവ് ഭാര്യയെ നിലത്തിട്ട് ചവിട്ടുന്നു. അവൾ പ്രസവം കഴിഞ്ഞ് 10-20 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. പാവം, പ്രസവം കഴിഞ്ഞ് 10-20-30 ദിവസമായ സ്ത്രീ, അവൾ അവശയായി അവളിരിക്കുമ്പോഴാണ് ഭർത്താവ് വന്ന് എന്തോ ഒന്ന് കോപിച്ചത്. അവൾ മിണ്ടിയില്ല. പാവം, കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ട് കിടക്കുകയാണ്. അവൾ മിണ്ടിയില്ല. അവളെ വലിച്ച് താഴേക്കിട്ടു, നിലത്തിട്ട് ചവിട്ടി. പാവം നടുവൊടിഞ്ഞതുപോലെയായി ഹോസ്പിറ്റലിൽ അഭയം തേടിയിരിക്കുന്നു. ഇതല്ലേ ലോകത്തിൻ്റെ ഗതി? അയ്യോ, എൻ്റെ വഴിമുട്ടിപ്പോയല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ കർത്താവ്, ഇതാണല്ലോ എൻ്റെ സ്ഥിതി. മനസ്സ് ഭാരപ്പെട്ട് ഉള്ളം നുറുങ്ങി ഹൃദയം കലങ്ങി വിഷാദ വിവശരായി മനോഭാരത്തിലകപ്പെട്ട് നാളെയെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പിട്ട് കഴിയുന്ന സ്നേഹിതരെ നിങ്ങൾ കേൾക്കൂ. ഇന്ന് ജീവിതത്തിൽ മനസ്സ് മടുത്തിരിക്കുന്നവരെ നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് ഒരാശ്വാസദായകനുണ്ട് എന്ന സദ്വർത്തമാനം നിങ്ങൾ കേൾക്കൂ. യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. വഴി അടഞ്ഞു പോയവർക്ക് സമാധാനം തരാൻ യേശു ക്രിസ്തു ഉണ്ട്. അതാണ് ഈ 4-ാം അധ്യായം നമുക്ക് തരുന്ന പാഠം. ആദാമിൻ്റെ മകനായ ആദാമിൻ്റെ ആദ്യജാതനായ കയീൻ വഴിമുട്ടി നിന്നപ്പോൾ ദൈവം പറയുകയാണ്, നീ പേടിക്കേണ്ട, നിനക്ക് ഞാനൊരു അടയാളം തരാം. നിന്നെ ആരും കൊല്ലാതിരിക്കാൻ നിനക്കൊരു അടയാളം തരാം. ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ. ഇത്രയും ഘോര പാതകം ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരുണയെ അവനെ സന്ധിക്കുകയാണ്. ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരുണയെ അവനോട് ഇടപെടുകയാണ്. ദ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിൻ്റെ മേഴ്സി? അർഹമായത് തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ മേഴ്സി. അർഹമായത് കൊടുംക്രൂര ശിക്ഷയാണ്, അത് തരാതെ ഒഴിവാക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ മേഴ്സി, കരുണ. എന്നാൽ അർഹത ഇല്ലാത്തത് തരുന്നതാണ് ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് എനിക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കുന്നു. അർഹതപ്പെട്ടത് അടിയാണ്, അർഹതപ്പെട്ടത് ഘോരമായ ശിക്ഷയാണ്, അർഹതപ്പെട്ടത് ദുരിതമാണ്, അർഹതപ്പെട്ടത് എനിക്ക് അർഹമായത് ഏറ്റവും വലിയ യാതനയാണ്. അതെനിക്ക് തരാതിരിക്കുന്നു. അതാണ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണ. എന്നാൽ എനിക്ക് അർഹതയില്ലാത്ത ഇങ്ങോട്ട് തരുന്നു, ദാനം, അടയാളം തരുന്നു. ദൈവത്തിന് സ്തോത്രം. അടയാളം ദാനമായി തരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അടയാളം വാങ്ങാം. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് അടയാളം വാങ്ങിക്കാം. എൻ്റെ കർത്താവേ, ഈ അടയാളം എനിക്ക് തരണമേ. നാഥാ, ദുഷ്ടനായ ശത്രു എന്നെ തകർക്കാതിരിക്കാൻ എനിക്ക് ഈ അടയാളം തരണമേ. അത് നിൻ്റെ കരുണയാലല്ലാതെ എനിക്ക് അർഹമായതല്ല. എനിക്ക് അർഹമായത് ശിക്ഷയാണ്,
അർഹമായത് കൊടും ക്രൂര കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. കർത്താവേ, എല്ലാ വഴിയും അടഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇപ്പോൾ നീ ഒരു അടയാളം തരണമേ. നമുക്ക് വായിക്കാം ആ ഭാഗം. വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാം, 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ. കയീൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരടയാളം വെച്ചു. ദൈവത്തിന് സ്തോത്രം. യഹോവ അവന് ഒരടയാളം വെച്ചു. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കയ്യനെ കൊന്നാൽ 7 ഇരട്ടി ശിക്ഷ കിട്ടും. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അത്ഭുതമായ കരുണ, പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്ന കരുണ, എൻ്റെ പാപത്തിനൊത്തവണ്ണം എന്നോട് പകരം ചോദിക്കാത്ത കരുണ, എൻ്റെ പാപങ്ങൾക്കൊത്തവണ്ണം, എൻ്റെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം എന്നോട് പകരം ചോദിക്കാത്ത കരുണ. എൻ്റെ പാപങ്ങളെ നീ കണക്കാക്കുന്നില്ലല്ലോ, എൻ്റെ അവിശ്വസ്തതയെ നീ കണക്കാക്കുന്നില്ലല്ലോ, എൻ്റെ അലസതയെ നീ കണക്കാക്കുന്നില്ലല്ലോ. അതെല്ലാം നീ പൊറുക്കുകയാണല്ലോ. എല്ലാം നീ ക്ഷമിച്ചു തരികയാണല്ലോ. എല്ലാം നീ സഹിക്കുകയാണല്ലോ. എല്ലാം നീ പൊറുക്കുകയാണല്ലോ. എല്ലാം നീ വഹിക്കുകയാണല്ലോ. എന്നോട് നീ കരുണ കാണിക്കാൻ ഞാൻ ആര്? ദൈവമേ, എന്നോട് നീ കൃപ കാണിപ്പാൻ ഞാൻ ആര്? എന്നോട് ഇത്രയും കാരുണ്യം കാണിപ്പാൻ നിനക്കെങ്ങനെ തോന്നി കർത്താവേ? ക്രൂസിലെ സ്നേഹമേ, ഞാൻ തിരുവൻഭാഗം നമിക്കുന്നു. ക്രൂസിലെ നിസ്തുല സ്നേഹമേ, ഞാൻ തിരുവൻഭാഗെ താഴുന്നു. ക്രൂസിലെ അത്യുജ്വല സ്നേഹമേ, ഞാൻ തിരുവൻഭാഗെ കുമ്പിടുന്നു. നാഥാ, കുരിശിൻ്റെ താഴ്വരയിൽ ഞാനിതാ മുട്ടിന്മേൽ എഴഞ്ഞു വന്ന് ആ കുരിശിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ തെരുതരെ അവിടുത്തെ പാദം ചുംബിക്കുന്നു. ആണിപ്പാടുള്ള ആ പാദത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മൊത്തുന്നു, ഞാൻ ചുംബിക്കുന്നു. കർത്താവേ, എനിക്ക് അഭയം തന്ന രക്ഷക, എനിക്ക് മോചനം തന്ന രക്ഷക, എനിക്ക് കരുണ തന്ന രാജാധിരാജ, നിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഈ നിസ്സാരമായ ആയുസ്സിത അടിയറ വയ്ക്കുന്നു. നാഥാ, നിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നിൽ ഈ നിസ്സാരമായ ജീവിതം ഞാനിതാ അടിയറ വയ്ക്കുന്നു. നിൻ്റെ നിസ്തുലമായ കരുണയുടെ മുന്നിൽ ഈ അല്പായുസ് ഞാനിതാ കാഴ്ചവെക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് പുകഴാനൊന്നുമില്ല, എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. കർത്താവേ, എനിക്ക് ഉള്ളത് ഒരു കൂമ്പാരം പാപം മാത്രം. നാഥാ, കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ അതെല്ലാം പേറിക്കൊണ്ട് ഞാനിതാ പാപഭാര ചുമടെടുത്ത് തിരുവമ്പാകെ ഞാനിതാ വരുന്നു. പാപഭാര ചുമടെടുത്ത് അവശനായി ഞാനിതാ കുരിശിൻ താഴ്വരയിലേക്ക് വരുന്നു. കർത്താവേ, കുരിശിൻ്റെ ഈ താഴ്വരയിൽ, കുരിശിൻ്റെ ഈ നിഴലിൽ, കുരിശിൻ്റെ ഈ തണലിൽ, കുരിശിൻ നിഴലിൻ്റെ ഈ തണലിൽ ഞാൻ അഭയം കണ്ടെത്തുന്നു. എൻ്റെ കർത്താവേ, ഞാനിതാ വരുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് പാടാം. കുരിശിൻ നിഴലിൽ തലചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാ, കുരിശിൻ നിഴലിൽ തലചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാ, കുരിശിൻ സ്നേഹത്തണലിൽ കൃപയിൻ ശീതള നിഴലിൽ പ്രാണപ്രിയന്റെ തൃക്കഴലിൽ, പ്രാണപ്രിയന്റെ തൃക്കഴലിൽ കാണുന്ന ഭയമെന്നഴലിൽ, കാണുന്ന ഭയമെന്നഴലിൽ, കുരിശിൻ നിഴലിൽ തലചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാ, പാപഭാര ചുമടെടുത്തവശന തളർന്നോരൻ ജീവിതമേ, പാപഭാര ചുമടെടുത്തവശന തളർന്നോരൻ ജീവിതമേ, തളർന്നോരൻ ജീവിതം കുരിശിൻ
നിഴലിൽ ശാന്തി കണ്ടതിനാൽ തളരാതിനി വാനവിരിവിൽ തളരാതിനി വാനവിരിവിൽ ചിറകടിച്ചുയർന്നിടം വിരവിൽ ചിറകടിച്ചുയർന്നിടം വിരവിൽ കുരിശിൻ നിഴലിൽ തലചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാൻ. സ്നേഹവാനേ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. തിരുസാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. പാപങ്ങളെല്ലാം കഴുകിത്തരുന്ന തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വഴിമുട്ടിയവർക്ക് പുതുവഴി തുറന്നു തരുന്ന സ്വർഗീയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ബാധകൾ അകറ്റുന്നതിനായി സ്തോത്രം. എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്നതിനായി സ്തോത്രം. രണ്ടാമത്തവരന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൊഫസർ M.Y. യോഹന്നാൻ തൃശൂർ പറവട്ടാനി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു. ഏപ്രിൽ 28 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 മണി വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.